കമ്പനീസ് ആക്ട് 2013 ടൈപ്സ് ഓഫ് കമ്പനീസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് കമ്പനീസ് നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ, ഓൺ ദ ബേസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്, ഓൺ ദ ബേസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ. ലാസ്റ്റ് വൺ അതർ ടൈപ്സ് ഓഫ് കമ്പനീസ്. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനീസ്. ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി, ഇപ്പോൾ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ ഇപ്പോൾ 10 രൂപയാണെങ്കിൽ അത് ആ ഷെയർ ഒരു മെമ്പർ 100 ഷെയർ മേടിച്ചു. എത്ര ഷെയർ മേടിച്ചു? 100 ഷെയർ മേടിച്ചു. ഇപ്പോൾ നമ്മളിപ്പോൾ ഷെയർ മേടിക്കുന്ന സമയത്ത് ഒരേ ടൈമിലല്ല നമ്മൾ കളക്ട് ചെയ്യുന്നത്. അത് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, കോൾ മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ, അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ 8 രൂപ വരെ കളക്ട് ചെയ്തു. 8 രൂപ വരെ നമ്മൾ കളക്ട് ചെയ്തു. 2 രൂപ നമുക്ക് ബാക്കി ഉണ്ടാകും. അപ്പോൾ ഈ 2 രൂപയാണ് അൺപെയ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അൺപെയ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ അൺപെയ്ഡ് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു എമൗണ്ടിന് ഇപ്പോൾ എന്താ പറയുക, ഒരു 100 രൂപ ലോസ് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു 10 കോടി ലോസ് ഉണ്ടായാൽ ആ കമ്പനി ഓരോ ഷെയറിനും 2 രൂപ വെച്ചിട്ട് 100 ഷെയർ മേടിക്കണമെന്ന് വെച്ചു. അപ്പോൾ 100 × 2 200 രൂപ. 200 രൂപയാണ് ആ മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ പൈസ നമ്മൾ കളക്ട് ചെയ്യാൻ പാടില്ല. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് മെമ്മറാണ്ടത്തിൽ നിന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ എത്ര എമൗണ്ടാണ് നമ്മൾ ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുക്കുന്നു, എത്ര ക്യാപിറ്റലാണ് കൊടുക്കുകയെന്ന്. ഇപ്പോൾ ഒരു 20 lakh rupees ആണെങ്കിൽ അത് വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സിൽ നിന്ന് നമ്മൾ 20 lakh rupees മാത്രമാണ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതും വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമാണ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്തായിരിക്കും? ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതിൽ ഇപ്പോൾ എത്ര ഡെപ്റ്റ് വന്നാലും, എത്ര കടം വന്നാലും ആ മെമ്പേഴ്സിന് തന്നെ വീട്ടേണ്ടി വരും. ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ കയ്യിലുള്ളത് കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട് പറഞ്ഞു വെച്ചാൽ അതും കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതിൽ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയാണ് പറയുന്നത്. ഫസ്റ്റ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളും പബ്ലിക് കമ്പനിയാണ്. അതിൽ മിനിമം 7 മെമ്പേഴ്സാണ്. മാക്സിമം പറയുകയാണെങ്കിൽ നോ ലിമിറ്റാണ്. മിനിമം 7 മെമ്പേഴ്സും മാക്സിമം നോ ലിമിറ്റാണ്. പിന്നെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് മിനിമം 2 ആണ്, മാക്സിമം 200 ആണ്. 200 എക്സീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്ഷനുണ്ട്. റെസ്ട്രിക്ഷനുണ്ട്. prohibit the public invitation.
പബ്ലിക് ഇൻവിറ്റേഷൻ പ്രൊഹിബിറ്റഡ് ആണ്. പ്രൊഹിബിറ്റഡ് പബ്ലിക് ഇൻവിറ്റേഷൻ. പക്ഷേ പബ്ലിക് കമ്പനിയിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ ഇൻക്ലൂഡഡ് ആവാത്ത, നോട്ട് ബി ഇൻക്ലൂഡഡ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഏതൊക്കെ മെമ്പേഴ്സാണ് ഇൻക്ലൂഡ് ആവാത്തത്? ഫസ്റ്റ് വൺ, ഇപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് ഒരു ഷെയർ മേടിച്ചു. അപ്പോൾ നമ്മൾ ജോയിൻ്റ്ലി ആണ് ഷെയർ മേടിക്കുന്നത്, രണ്ടുപേരും കൂടിയിട്ട് ജോയിൻ്റ്ലി ആണ് ഷെയർ മേടിക്കുന്നത്. അപ്പോൾ 2 members ആയിട്ടാണ് മേടിക്കുന്നത്, പക്ഷേ അതൊരു സിംഗിൾ മെമ്പറായിട്ടാണ് കണക്കാക്കുള്ളൂ. രണ്ടുപേരും കൂടിയിട്ടാണ് മേടിക്കുന്നത്, പക്ഷേ അത് ഒരു സിംഗിൾ മെമ്പറായിട്ടാണ് കണക്കാക്കുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഒരു ടാറ്റ ലിമിറ്റഡ് കമ്പനി, ആ കമ്പനിയിലെ എംപ്ലോയീസ് തന്നെ ഷെയർ മേടിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ആ 200 മെമ്പേഴ്സിൽ അത് എംപ്ലോയീസ് തന്നെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അയാളെ മെമ്പറായിട്ട് കണക്കാക്കില്ല. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, അതേ കമ്പനിയിൽ എംപ്ലോയി ആയിരുന്ന സമയത്ത് ഷെയർ പർച്ചേസ് ചെയ്തു, പക്ഷേ ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഷെയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മെമ്പേഴ്സ് എന്ന ലിസ്റ്റിൽ ഇയാളെ ഇൻക്ലൂഡ് ചെയ്യില്ല. ഈ 3 കേസസിലാണ് മെമ്പേഴ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ, ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും. ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു കമ്പനി വേറൊരു കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എ എന്നൊരു കമ്പനി ബി എന്ന കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നു. എ കൺട്രോൾ ചെയ്യുന്ന കമ്പനി ഹോൾഡിംഗ് കമ്പനി, ബി കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനി, അതാണ് സബ്സിഡറി കമ്പനി. എ പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയും ബി എന്താണ്, കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനി, അതാണ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ബി എപ്പോഴാണ് സബ്സിഡറി കമ്പനി ആവുക? അതായത് ബി എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോമ്പോസിഷൻ കൺട്രോൾ ചെയ്യുന്നത് എ ആണെങ്കിൽ, ബി എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷനെ കൺട്രോൾ ചെയ്യുന്നത് എ ആണെങ്കിൽ, എ ഹോൾഡിംഗ് കമ്പനിയും ബി എ സബ്സിഡറി കമ്പനിയായിട്ടും കണക്കാക്കുന്നു. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ, അത് പറഞ്ഞാൽ എന്താ? ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ കോമ്പോസിഷൻ എന്താണ്? അതായത് എല്ലാ ഡിസിഷനും എടുക്കുന്നത് ഡയറക്ടേഴ്സാണ്, ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷനാണ്. ഏതൊക്കെ ഡയറക്ടേഴ്സ് വേണം, ആരൊക്കെ ചേർക്കാം എന്നൊക്കെയുള്ള ഡിസിഷൻ എ ലിമിറ്റഡ് ആണെങ്കിൽ, അതിനെയാണ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഇപ്പോൾ ഏതൊക്കെ ഡയറക്ടേഴ്സ് വേണം, വേണ്ട, ആരൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം, ഇതൊക്കെ തീരുമാനിക്കുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു കാര്യം കൂടിയുണ്ട്.
മോർ ദാൻ 50% ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. 50% ഷെയർ ക്യാപിറ്റലാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി തമ്മിലുള്ള ഡിഫറൻസ്. ഓൺ ദ ബേസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്, അത് ലിസ്റ്റഡ് കമ്പനി ഉണ്ട്, അൺലിസ്റ്റഡ് കമ്പനി ഉണ്ട്. ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞു വെച്ചാൽ ആ പർട്ടിക്കുലർ കമ്പനിയിലെ ഷെയർസിനെ ഏതെങ്കിലും ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് ആയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക്, ഇപ്പോൾ NSE അല്ലെങ്കിൽ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE BSE അതിലേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ആ ഷെയർസിനെ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ കമ്പനീസാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഓൺ ദ ബേസ് ഓഫ് ഗവൺമെൻറ് കൺട്രോളായിട്ട് രണ്ടായി തന്നിരിക്കാം. ഗവൺമെൻറ് കമ്പനി എന്നും നോൺ ഗവൺമെൻറ് കമ്പനി എന്നും രണ്ടായി തന്നിരിക്കാം. ഫസ്റ്റ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത് ഏതൊക്കെ കമ്പനീസിലാണോ 51% ഷെയർ ക്യാപിറ്റൽ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കുറച്ച് പോർഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറേയധികം സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രം, എങ്ങനെയൊക്കെ കോമ്പിനേഷൻ എടുത്താലും അറ്റ്ലീസ്റ്റ് 51% ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനീസിനെയാണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. അല്ലാത്ത കമ്പനീസിനെ നോൺ ഗവൺമെൻറ് കമ്പനീസ് എന്നും പറയാം. അതർ ടൈപ്സ് ഓഫ് കമ്പനീസ്. ഫസ്റ്റ് വൺ അസോസിയേറ്റഡ് കമ്പനി, ബാങ്കിങ് കമ്പനി, ഫോറിൻ കമ്പനി, 1% കമ്പനി, സ്മോൾ കമ്പനി, സെക്ഷൻ 8 കമ്പനി, ഡോർമെൻറ്റ് കമ്പനി, ഇനാക്റ്റീവ് കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. അങ്ങനെ ഒരു 11 കമ്പനീസ് ഉണ്ട്, അതർ ടൈപ്സ് ഓഫ് കമ്പനീസ്. ഓരോന്നും നമുക്ക് പറയാം. ഫോറിൻ കമ്പനിയെക്കുറിച്ച് നമുക്ക് പറയാം. ഇന്ത്യയിൽ നിന്ന് വെളിയിൽ ഏതെങ്കിലും കൺട്രിയിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട കമ്പനീസിനെയാണ് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. എന്താ 2 കണ്ടീഷൻസ്? ഏതെങ്കിലും ഒരു രീതിയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്തിരിക്കണം. എവിടെ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഇന്ത്യയിൽ എവിടെയെങ്കിലും പ്ലേസ് ഓഫ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. അത് ഫിസിക്കലായിട്ടാകാം, ആകാം, ഇനി അതർ മോഡാവാം. അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ഫോറിൻ കമ്പനിയായിട്ട് അംഗീകരിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത് എല്ലാ കമ്പനീസിനും ഫോം ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ടറി ആക്റ്റും ഉണ്ട്. ഇപ്പോൾ ബാങ്കിങ് കമ്പനീസിനെ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും ബാങ്കിങ് കമ്പനീസിലാണ്. അതാണ് ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1% കമ്പനി. 1% കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് പറയാൻ. ഇതിൽ ഷോർട്ടായിട്ട് പറയാം. ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ഒറ്റയ്ക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതാണ് 1% കമ്പനി എന്ന് പറയുന്നത്. എപ്പോഴും OPC എന്ന് പറയുന്നത് എപ്പോഴും പ്രൈവറ്റ് ആയിരിക്കും. കാരണം ഒരു പേഴ്സൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒറ്റയ്ക്ക്. ഇപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചാൽ 1 മെമ്പർ ആയിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ നാച്ചുറൽ പേഴ്സൺ, അതായത് നോർമൽ ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കും. അല്ലെങ്കിൽ അതായത് വേറൊരു കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫേമോ
ഒന്നും ആകാൻ പാടില്ല, ഒരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കും. പിന്നെ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം. പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ എത്ര ദിവസം നിന്നിരിക്കണം? 182 days നിന്നിട്ടുണ്ടാവണം, എന്നാലേ റെസിഡൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ പേഴ്സൺ ഒരിക്കലും മൈനർ ആവാൻ പാടില്ല. അതായത് ബിലോ 18 years ആകാൻ പാടില്ല. അല്ലെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം മൈനേഴ്സിനെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും വൺ പേഴ്സൺ ഒരിക്കലും മൈനർ ആവാൻ പാടില്ല. പിന്നെ പറയുകയാണെങ്കിൽ വൺ പേഴ്സൺ, ഞാനിപ്പോൾ ഒരു OPC സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ വേറൊരാൾ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ നമ്മളെന്ത് ചെയ്യും? നോമിനീനെ വയ്ക്കില്ലേ? നോമിനി അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ, മുന്നോട്ട് പോകാനും ഒരു നോമിനീനെ വയ്ക്കും. പിന്നെ പറയുന്നത് OPC കമ്പനി കമ്പൽസറി ആയിട്ടൊരു നോമിനീനെ അപ്പോയിൻ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റിയാൽ, ഇപ്പോൾ നമ്മൾ നോമിനി വെച്ചിട്ടില്ലേ, ആ മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റിയാൽ ഈ നോമിനി ഓട്ടോമാറ്റിക്കായിട്ട് മെമ്പറായി മാറിക്കോളും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നോമിനി ആര് വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സും ആകാം. ഒരാൾക്ക് ഒന്നിലധികം കമ്പനി സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നിലധികം നോമിനി ആകാനോ പക്ഷേ പറ്റില്ല. OPC കമ്പനി എന്ന് പറയുന്നത് സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം കൂടി ഉണ്ട്. സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നോർമലായിട്ട് OPC കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയല്ലേ, അതുകൊണ്ട് സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നത് OPC കമ്പനി നമുക്ക് ഓപ്പർച്യൂണിറ്റി പ്രോഫിറ്റ് ഇല്ല എന്ന് വെച്ചിട്ട് നമുക്കൊരു പ്രൈവറ്റ് പബ്ലിക് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് OPC സ്റ്റാർട്ട് ചെയ്തിട്ട് 2 years ആയിരിക്കണം, 2 years എങ്കിലും വേണം. പിന്നെ ഷെയർ ക്യാപിറ്റൽ 50 lakhs കൂടുതൽ ഉണ്ടായിരിക്കണം. പിന്നെ ടോട്ടൽ ടേൺ ഓവർ 2 crore എക്സീഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൈവറ്റ് പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. OPCനെ പ്രൈവറ്റ് പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ഷൻ 8 കമ്പനി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പോലെയാണ് ഈ സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി തുടങ്ങിയ കമ്പനി. ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചാരിറ്റി, എഡ്യൂക്കേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒബ്ജക്റ്റീവ് എടുത്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. ഏതൊരാൾക്കും സെക്ഷൻ 8 കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് വേണം. അങ്ങനെ എല്ലാ ആൾക്കാർക്കും സെക്ഷൻ 8 കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് സെക്ഷൻ 8 കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലൈസൻസ് ചെയ്യുന്നത് ഒരു സർട്ടൻ കണ്ടീഷൻ പ്രകാരമായിരിക്കും. എന്തൊക്കെ കണ്ടീഷനാണ്? മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ കണ്ടീഷൻ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആ ലൈസൻസ് റിവോക്ക് ചെയ്യും. ഇപ്പോൾ സെക്ഷൻ 8 കമ്പനി ഒരിക്കലും ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആവാൻ പാടില്ല.
ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ആ മെമ്പേഴ്സിനും ഡയറക്ടേഴ്സിൻ്റെയും ഇടയ്ക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പാടില്ല. ഇപ്പോൾ നമ്മളുടെ സാധാരണ കമ്പനികളിലാണ് പറഞ്ഞു വെച്ചാൽ പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായി പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. പക്ഷേ ഈ സെക്ഷൻ 8 കമ്പനീസിൽ ഒരിക്കലും ഇപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും മെമ്പേഴ്സിനും ഡയറക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ പറയുന്നത് ഒരു നോർമൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞില്ലേ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ബൈ ചാൻസ് സെക്ഷൻ 8 കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായെന്ന് വെക്കുക. അപ്പോൾ ആ പ്രോഫിറ്റ് ഇതേ പർപ്പസ് വെച്ചിട്ട് ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ അത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ വേറൊരു കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വർഷം കഴിഞ്ഞ് ഒരു സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം ഉണ്ട്.